നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 10ാം ഭാവത്തിലേക്ക് വന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭവന സംബന്ധമായിട്ടും കുറച്ചൊരു ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്മൂത്ത്നെസ് മാറിയിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കുക, എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഡിലേ വരിക എന്ന് പറയുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ബന്ധനദോഷമുണ്ട്. 12ാം ഭാവത്തെ ചൊവ്വയും 2ൽ കേതുവാണ്. അപ്പോൾ എങ്ങോട്ട് ഇറങ്ങിയാലും എന്ത് തീരുമാനിച്ചാലും അതിനൊക്കെ പ്രതീക്ഷിക്കാത്ത തടസ്സം വരുന്നൊരവസ്ഥയും കാലതാമസം വരുന്നൊരവസ്ഥയുള്ളൊരു മാസമാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനാണ്. അതല്ലെങ്കിൽ ലഗ്നാധിപതി തന്നെ 5ാം ഭാവത്തിൽ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ, പിരിമുറുക്കം എന്ന് പറയുന്നൊരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയാണ്. പ്രത്യേകിച്ചും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക. 10 രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് 20 രൂപ ചിലവാക്കേണ്ടി വരിക. 10 രൂപ കിട്ടാനുള്ളിടത്ത് 5 രൂപ പോലും കിട്ടാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യോഗം. ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയിട്ട് തിരിച്ചു പോരേണ്ടി വരിക. അല്ലെങ്കിൽ ഒരു ഡേറ്റ് തീരുമാനിച്ച് ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആ സമയമാകുമ്പോൾ മറ്റെന്തെങ്കിലും തടസ്സം വന്നാൽ അത് ബ്ലോക്ക് ആകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള യോഗമാണ്. ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് കർമാധിപതിയും സഹായ സ്ഥാനാധിപതിയുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് ശത്രുദോഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ കൂടെ പ്രവൃത്തിയെടുക്കുന്നവർ ശത്രുക്കളായി മാറുക, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർക്ക് അകൽച്ച ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മെയിനായിട്ട് കാണുന്നത്. കാരണം അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ നാഗത്തിൻ്റെതായിരിക്കുന്ന ദോഷമുണ്ട്. നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യുകയോ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നാഗപൂജയും കേതു പൂജയും ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ രാഹുപൂജ, കേതുപൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരും. അതിനോടൊപ്പം തന്നെ ഭാഗ്യാധിപതി ഭാതകാധിപത്യം വഹിച്ച് 12ൽ നിൽക്കുകയാണ്. അപ്പോൾ അത് കുടുംബക്ഷേത്ര സംബന്ധമായിട്ട് ധർമ്മദൈവകോപം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടാകുക, അല്ലെങ്കിൽ വീട് വിട്ട് അന്യ സ്ഥലത്ത് നിൽക്കാനായിട്ട്, ജോലി ചെയ്യാനായിട്ടോ സ്വന്തം സ്ഥലത്ത് വേണ്ടപ്പെട്ട രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള തൊഴിൽ കിട്ടാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിർബന്ധിതനാകുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഭാതകാധിപതിയാണ് 12ൽ. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രീതിയോ അവരുടെ രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷനോ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പല രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവസ്ഥിതി ഉള്ളത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്കൊക്കെ ദേവീ ക്ഷേത്രത്തിൽ ചെയ്യുകയും കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.